ഹായ് ഓൾ. മർഡർ ഇൻ മാഹിം. 2017 ജെറി പിന്റോ എന്ന ആൾ എഴുതിയൊരു നോവലാണ് മർഡർ ഇൻ മാഹിം. ഇതിനെ ആസ്പദമാക്കി രാജ് ആചാര്യ റീസെന്റ് ഇറക്കിയ ഒരു വെബ് സീരീസാണ് മർഡർ ഇൻ മാഹിം. സെയിം പേരിൽ തന്നെയാണ് പുള്ളി വെബ് സീരീസും ഇറക്കിയിരിക്കുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് വിജയ് രാസ് ആണ്. ഞാൻ പുള്ളി ആദ്യമായി ശ്രദ്ധിക്കുന്നത് 2007 ഇറങ്ങിയ വെൽക്കം എന്ന മൂവിയിലാണ്. അതിലൊരു ഫിലിം ഡയറക്ടറിന്റെ റോളാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ആ സിനിമ കണ്ടവർക്ക് അദ്ദേഹത്തിന്റെ അതിലെ ആ റോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത്രയും കോമഡി നിറഞ്ഞൊരു റോളാണ് പുള്ളി കൈകാര്യം ചെയ്തത്. പിന്നീട് ആ വർഷം തന്നെ ഇറങ്ങിയ ധമാൽ എന്ന സിനിമ, അങ്ങനെ കുറേ കോമഡി റോള് പുള്ളി ആ വർഷം തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷവും ഒരുപാട് സിനിമകൾ പുള്ളിയുടെ വന്നിട്ടുണ്ട്. പിന്നീട് 2011 ഇമ്രാൻ ഖാൻ അഭിനയിച്ച ഡെല്ലി ബെല്ലി എന്ന ഫിലിം റിലീസായിരുന്നു. അതിലൊരു അണ്ടർവേൾഡ് ഡോണിന്റെ ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പുള്ളി ചെയ്തതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടർ അതായിരുന്നു. ले बच्चों के लिए मिठाई ले लेना। सर मेरी शादी नहीं हुई। പിന്നീട് അതിനുശേഷം ഒരുപാട് സിനിമകൾ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ 1-2 സിനിമയിൽ ഗസ്റ്റ് റോളിലും പുള്ളി വന്നിട്ടുണ്ട്. മർഡർ ഇൻ മാഹിം എന്ന വെബ് സീരീസിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ റോളിലാണ് പുള്ളി വരുന്നത്. ശിവാജി റാവു ജിൻഡെ, എല്ലാവരും പുള്ളിയെ ജിൻഡെ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു റിട്ടയർഡ് ജേർണലിസ്റ്റ് പീറ്റർ ഫെർണാണ്ടസ്. പുള്ളിയുടെ റോള് മികച്ചതായിരുന്നു. പിന്നെ ഒരു ലേഡി അസിസ്റ്റന്റ് ഉണ്ട്, അവർക്ക് ഒരു മികച്ച റോൾ തന്നെ ഈ വെബ് സീരീസിലുണ്ട്. ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് മാഹിം എന്ന റെയിൽവേ സ്റ്റേഷന്റെ ടോയ്ലറ്റിൽ ഒരു കൊലപാതകം നടക്കുന്നു. അതിക്രൂരമായിട്ടാണ് കൊലപാതകം നടക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് സമാനമായ രീതിയിൽ വീണ്ടും ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കൊലപാതകം നടക്കുന്നു. അങ്ങനെ ഇതൊരു സീരിയൽ കില്ലിംഗ് ആയി തുടരുന്നു. ഈ കേസ് അന്വേഷിക്കുന്നത് ജിൻഡോ ആണ്. അയാളെ സഹായിക്കാൻ ആ ലേഡി ഓഫീസർ ഉണ്ട്. പിന്നെ അയാളുടെ ഫ്രണ്ട് പീറ്റർ ഫെർണാണ്ടസും ഉണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസാണിത്. അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിൽ ജിൻഡോ യാതൊരു തുമ്പുമില്ലാതെ നിസ്സഹായനായി നിൽക്കുന്നുണ്ട്. കാരണം അയാൾക്ക് ഓൾറെഡി കുറെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. പിന്നെ പ്രായത്തിന്റെ പ്രശ്നങ്ങളുമുണ്ട്. ഈ വെബ് സീരീസ് ഒരു സ്ലോ ഫേസിലാണ് പോകുന്നത്. കാരണം ഒരു വശത്ത് അന്വേഷണം നടക്കുന്നുണ്ട്, മറുവശത്ത് ഇതിലെ ഓരോ ക്യാരക്ടറിന്റെയും ബാക്ക്ഗ്രൗണ്ടും അതിന്റെ ഡെപ്തിലേക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടത്തും നമുക്കൊരു ലാഗിങ് പോലെ അനുഭവപ്പെടാം. ഈ വെബ് സീരീസിൽ ഗേ ലെസ്ബിയൻ റിലേഷൻഷിപ്പും സമൂഹം അവരെ എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നും കാണിക്കുന്നുണ്ട്. ഓവറോൾ നല്ലൊരു ക്രൈം ത്രില്ലർ ആയിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതൊരു സ്ലോ ഫേസിലാണ് പോകുന്നത്. ഒരു ത്രില്ലറിനേക്കാൾ കൂടുതൽ ഇമോഷണൽ ഡ്രാമയായിട്ടാണ് ഇത് ഫീൽ ചെയ്യുക. അപ്പോൾ ഓക്കെ, പുതിയൊരു സിനിമയുടെ വിശേഷമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.